ഹലോ, എന്താ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ആദ്യം തന്നെ പറയാം, ഇതൊരു പോർട്രേറ്റ് വീഡിയോ ലാൻഡ്സ്കേപ്പ് എടുക്കാൻ ആ ടൈമിൽ എനിക്ക് ബുദ്ധി വന്നില്ല. അത് ആലോചിക്കുമ്പോൾ ശരിക്കും നല്ല വിഷമമുണ്ട് കേട്ടോ. പക്ഷെ സാരമില്ല, നമുക്ക് മാനേജ് ചെയ്യാം. ഈ വീഡിയോസ് നിങ്ങൾ കാണുമ്പം ഉറപ്പായിട്ടും ഒരു കൺഫ്യൂസ്ഡ് ഫേസ് ആയിരിക്കും എൻ്റെ മുഖത്തുണ്ടാവുക. വേറെ ഒന്നുമല്ല, ചില വീഡിയോസിൽ നിങ്ങൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് കാണാം, ചിലതിൽ ഭയങ്കര മൂഡി ആയിട്ട് കാണാം. ഓ മൈ ഗോഡ്, ഇമോഷൻസിൻ്റെ ഒരു മായാ ലോകത്തായിരുന്നു ഞാൻ ആ ടൈമിൽ. ഞാൻ ആദ്യമായിട്ട് അമ്മേനെ അബുദാബിക്ക് കൊണ്ടുവന്ന ഒരു ടൈം പീരീഡ് അത്. ഫസ്റ്റ് ഞാൻ അമ്മേനെ അബുദാബി എയർപോർട്ടിൽ ഇങ്ങനെ ഇറങ്ങണത് ഞാൻ കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. എനിക്ക് ഒട്ടും മനസ്സിലായില്ലെന്നേ. വയലിലൊക്കെ പണിയെടുത്ത് ഒരുമാതിരി എന്താ പറയുക, നല്ല ലുക്കിലാണ് വന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ എൻ്റെ അടുത്ത് നിന്ന് പോയപ്പോൾ ആൾ നല്ല ചുള്ളത്തായിട്ടാണ് ഞാൻ വിട്ടത് കേട്ടോ. ഈ നാട്ടുകാരുടെയും ചില റിലേറ്റീവ്സിൻ്റെയൊക്കെ വിചാരം പൊതുവെ എല്ലായിടത്തിലും പറയുകയാണെങ്കിൽ നമ്മുടെ ഈ പ്രവാസികളെന്ന് പറയുന്നത് നമുക്ക് റൂമിൻ്റെ പുറത്തോട്ട് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഒരു മരമുണ്ട്, അതിനകത്ത് ഇങ്ങനെ കുലിക്കുക, പൈസ വീഴും, അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ ലാവിഷായിട്ട് നടക്കുകയാണ്. ഇതൊക്കെയാണ് ഒരു ആറ്റിറ്റ്യൂഡാണ് അവർക്ക്. എന്നെ സംബന്ധിച്ച് ഞാൻ അമ്മേനെ അബുദാബിക്ക് കൊണ്ടുവന്നതിൻ്റെ 2 റീസൺസിൽ ഒന്ന് പറയുകയാണെങ്കിൽ, എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ അമ്മ വെറുതെ ഇരുന്നിട്ട്. ഫുൾ ടൈം ജോലിയാന്നേ. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറയുന്നതുകൊണ്ടൊന്നും വിചാരിക്കരുത്, ഓപ്പണായിട്ട് തന്നെ പറയാം. ഈ നാട്ടിലുള്ള കുറച്ച് ചേച്ചിമാരൊക്കെ ഉണ്ട്, അവർക്കൊക്കെ ഒരു വിചാരം, അവൾ പൈസയൊക്കെ ഉണ്ട്, അവൾക്ക് എന്താ പരിപാടി എന്നൊക്കെ ഒരുമാതിരി ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെയാണ്. എന്നോടല്ല, അമ്മയുടെ അടുത്ത്. എൻ്റെ അടുത്ത് ചോദിക്കാൻ വന്നാൽ എനിക്കറിയാം അമ്മ എന്താ ചെയ്യേണ്ടതെന്ന്. ഓക്കെ, അത് വിട്, നമുക്കതൊന്നും വല്ലി അത്രേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, കുറേ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ ഇപ്പം നിൽക്കുന്ന ഒരു പോയിന്റിലെത്തിയത്. വേറെ ഒന്നുമല്ല, നമുക്കൊന്നും ഒരു ലൈഫ് ഉണ്ടാവില്ല, ഒരു കാലത്ത് നന്നാവില്ല എന്ന് പ്രാഗി നിന്ന് എല്ലാവരുടെ മുമ്പിലും ഞാൻ നല്ല അന്തസ്സായിട്ട് ഇപ്പോൾ ജീവിച്ച് കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു മനസ്സുഖം, അത് നമുക്ക് സത്യമായിട്ടും ഒരു ബിരിയാണി ഇന്നാലും കിട്ടില്ല. സീരിയസ്ലി അമ്മേനെ ആ ടൈമിൽ കണ്ടപ്പോൾ എനിക്ക് സീരിയസ്ലി ഒരു സ്റ്റാർട്ടിങ് ട്രബിളായിരുന്നു. എന്താ സംസാരിക്കുക, എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു. ആ ടൈമിലൊക്കെ ഭയങ്കര ദേഷ്യമായിരുന്നു എനിക്ക്. ചില കൂട്ടുകെട്ടുകളും ചില ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം എന്തോ, എനിക്ക് പൊതുവെ ഭയങ്കര ദേഷ്യമായിരുന്നു. എനിക്ക് എൻ്റെ അടുത്ത് തന്നെ ഒരു സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാത്തൊരു ടൈമായിരുന്നു അത്. നമ്മുടെ കൂടെ നിൽക്കുന്നവർ നമ്മളെ പറ്റി പൊക്കിയില്ലെങ്കിലും ഈ അടിച്ചിരുത്തണ സ്വഭാവം ഉണ്ടല്ലോ, അങ്ങനെയുള്ള ആരും ദയവേത് ഫ്രണ്ട്സായിട്ടോ അല്ലെങ്കിൽ കമ്പനിയായിട്ട് കൊണ്ട് നടക്കരുത്. എൻ്റെ അനുഭവം കൊണ്ട് പറയാം, കേൾക്കാതിരിക്കുക, അത് നിങ്ങളുടെ ഇഷ്ടം. ഈ പെണ്ണ് കുറേ എന്തൊക്കെയൊക്കെയോ ഹൈഡ് ചെയ്ത് സംസാരിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഇത് എന്താ ഈ പറയണോ, ഒരു അവിടെ ഇവിടെയും തൊടാതെ എന്താ സംസാരിക്കണേ. എനിക്കറിയാം നിങ്ങൾക്ക് പല ക്വസ്റ്റ്യൻസ് ആയിരിക്കും മനസ്സിലുണ്ടാവുക. നമ്മുടെ ലൈഫിൽ എപ്പോഴും ഹാപ്പിനെസ് മാത്രമായിരിക്കില്ലല്ലോ. എന്നെ സംബന്ധിച്ച് ഞാൻ ഓപ്പണായിട്ട് പറയാം, കഴിഞ്ഞ ഒരു 26 വയസ്സ് വരെ എൻ്റെ ലൈഫിൽ ഞാൻ 100 വയസ്സ് വരെ ജീവിച്ചാലോ അല്ലെങ്കിൽ 50ാമത്തെ വയസ്സിൽ തട്ടിപ്പോയാലോ, ഞാൻ അനുഭവിക്കുന്നതിൻ്റെ എക്സ്ട്രീം ലെവൽ വേഴ്സ്റ്റ് ടൈം ഞാൻ അനുഭവിച്ചത് ആ ടൈം പീരീഡിലാണ്, ഈ ഒരു 26 കൊല്ലം. അതിനുശേഷം എന്താ പറയുക, എൻ്റെ ചേട്ടനെ ഞാൻ കണ്ട ആ ടൈം തൊട്ടാണ് സത്യത്തിൽ ഞാൻ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഞാൻ ജീവിച്ചു തുടങ്ങിയത്. പിന്നെ എന്തുകൊണ്ടാണ് ഈ പാസ്റ്റ് വീഡിയോസൊക്കെ ഇട്ട് ഇങ്ങനെ വെറുപ്പിക്കണേ എന്ന് ചിന്തിക്കണ്ടോ? വേറെ ഒന്നുമല്ല, എല്ലാം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, മറന്നിട്ടില്ല. ഐ എം സ്റ്റിൽ ഹിയർ എന്ന് ഒന്ന് പറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുറച്ച് പേര് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചാൽ മതി കേട്ടോ. എൻ്റെ ഈ കഥ പറച്ചിനൊരു അന്ത്യമില്ലേ എന്ന് ചിന്തിക്കുന്നുണ്ടാവൂലേ. എനിക്ക് നിങ്ങളുടെ അടുത്ത് കുറേ ഞാൻ ഭയങ്കര സംഭവമായിരുന്നു, അല്ലെങ്കിൽ ഞാൻ അത് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്തിട്ടുണ്ട് അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ എന്താണ്, എനിക്ക് അതാ ഇവിടെ എല്ലാവരുടെ അടുത്തും പറയാനുള്ളത്. പിന്നെ ഈ അബുദാബി സ്റ്റോറീസിനൊരു അന്ത്യമില്ലേ എന്ന് ചോദിക്കുന്നവരോട് അന്ത്യം ഉണ്ട്. ഓക്കെ, എന്തൊക്കെയോ പറഞ്ഞ് എവിടേക്കോ പോയി. ഓക്കെ, തിരിച്ചു വരൂ. അപ്പോൾ ഞാൻ ഇത്രയും നേരം സംസാരിച്ചത് നിങ്ങൾ വോയിസ് ആണോ ശ്രദ്ധിച്ചത് അതോ വീഡിയോ ആണോ? ഓക്കെ, വീഡിയോ അല്ല ശ്രദ്ധിച്ചെങ്കിൽ ഒന്നുകൂടെ കയറി ഒന്ന് കണ്ടോ കേട്ടോ. അല്ലെങ്കിൽ ഞാൻ പറയാം, ഞാൻ അമ്മേനെയും കൊണ്ട് ആക്ച്വലി ട്രാവൽ ചെയ്ത പ്ലേസസാണിത്. അമ്മയെ കൊണ്ട് കറങ്ങാൻ പോയപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഈ സ്ഥലത്തൊക്കെ പോയത് കേട്ടോ.
അല്ലെങ്കിൽ എൻ്റെ റുട്ടീൻ പറയുകയാണെങ്കിൽ വെളുപ്പിനെ ആയിരിക്കും ക്ലയൻറ്റ് ഒരു 5 o'clock. അപ്പോൾ ജിമ്മ് തുറക്കുമ്പോൾ തന്നെ നമ്മൾ പോവും. അപ്പോൾ വെളുപ്പിനെ ക്ലയൻറ്റ്, ഉച്ചയ്ക്ക് ഒരു ഫുഡ് കഴിക്കാനുള്ളൊരു ഗ്യാപ്പ്, ഒരു 1 hour പവർ നാപ്പിനുള്ള ടൈം കിട്ടും. പിന്നെ വൈകിട്ട് വീണ്ടും ക്ലയൻറ്റ്. അപ്പോൾ റൂമ് ജിമ്മ് ഇത് തന്നെ ആയിരുന്നു കഴിഞ്ഞ ഒരു 4-5 കൊല്ലമായിട്ട്. ഈ ഫ്രീലാൻസ് ട്രെയിനേഴ്സായിട്ട് വർക്ക് ചെയ്തവർക്കറിയാം എന്തുമാത്രം സ്ട്രെസ്സിലൂടെയാണ് നമ്മൾ ഒരു ദിവസം കടന്നു പോകണതെന്ന്. ഒരു ക്ലയൻറ്റ് മിസ്സായ ഉള്ളൊരു സ്ട്രെസ്സ്, അല്ലെങ്കിൽ വേറെ ഒരു ക്ലയൻറ്റിനെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന സ്ട്രെസ്സ്. ചില ടൈമിൽ നമുക്ക് ക്ലയൻറ്റ്സ് ഉണ്ടാവും, അപ്പോൾ കുറേ ക്യാഷ് കിട്ടും. ചില ടൈമിൽ ക്ലയൻറ്റ്സ് തീരെ ഉണ്ടാവില്ല, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, പട്ടിണി കിടക്കുക. സോ ഭയങ്കര സ്ട്രെസ്സ് പിടിച്ചൊരു പണിയാണ് ഫ്രീലാൻസ് ട്രെയിനിങ്. മറ്റുള്ളവരുടെ വിചാരം നമ്മൾ ക്യാഷ് ഇങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ പുറത്തോട്ട് ഇറക്കാൻ കുലുക്കിയിടുക, ഇതാണെന്നാണ് പൊതുവെ എല്ലാവരുടെയും ധാരണ. ഞാൻ നേരത്തെയൊക്കെ ഞാൻ ഹാപ്പി അല്ലെങ്കിലും എൻ്റെ ചുറ്റിനുള്ളവർ ഹാപ്പി ആയിരിക്കണമെന്ന് ഒരുപാട് നോക്കിയിട്ടുണ്ടായിരുന്ന ഒരാളാണ്. അങ്ങനെ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി ജീവിക്കുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ജീവിക്കണേ? അതിന് ശേഷം ഞാൻ അതങ്ങ് നിർത്തി. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുക, ഓക്കെ, പക്ഷേ ഒരിക്കലും ഒരു ലിമിറ്റിനപ്പുറം അവരെ സഹായിക്കാനോ അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റാത്തത് നമ്മൾ ചെയ്തു കൊടുക്കാനോ നിൽക്കരുത്. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ അവിടെ ഒരു ബാഡ് പേഴ്സണും ആവും. അതുപോലെ നിങ്ങളുടെ കയ്യിലേക്കുള്ള ക്യാഷും പോവും, നിങ്ങളുടെ ലൈഫും പോവും. അപ്പോൾ പറഞ്ഞു വന്നത്, നന്മമരം ആയില്ലെങ്കിലും ആരെയും ദ്രോഹിക്കാൻ നിൽക്കരുത്. അവനവൻ്റെ കാര്യം നോക്കി മര്യാദയ്ക്ക് ജീവിച്ചാൽ എല്ലാവർക്കും സന്തോഷമല്ലേ അത്. അപ്പോൾ ഞാൻ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഓക്കെ, ബൈ, ടേക്ക് കെയർ.